കോച്ച് നോർമലി ഒരു ബിസിനസ് അപ്പോൾ ഗ്രോ ചെയ്യുന്നതും അതേപോലെ സ്കെയിൽ ചെയ്യുന്നതും തമ്മിൽ അപ്പോൾ എന്താണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം? ഈ ബിസിനസ് സ്കെയിൽ ചെയ്യുക എന്ന് പറയുന്നത് അതൊരു പ്രോസസ്സാണ്. ഓക്കെ. ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ പറയും ഒരു ഓൺട്രപ്രണർ ബിസിനസ് തുടങ്ങി, ഇപ്പോൾ ഒരു 5 ബ്രാഞ്ചായി, അല്ലെങ്കിൽ ഇപ്പം ഇത്രയും കസ്റ്റമർ ഉണ്ട്, അത്രയും വളർന്നിട്ടുണ്ട്, അതൊരു ഗ്രോത്ത് എന്ന് പറയാൻ പറ്റും. കാരണം അതൊരു സസ്റ്റൈനബിൾ ഗ്രോത്ത് അല്ല. ആ ബിസിനസ് ഓണറുടെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആ ഒരു വളർച്ച വന്നിരിക്കുന്നത്. സ്കെയിലപ്പ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. സ്കെയിലപ്പ് എന്ന് പറയുന്നത് ഓൺട്രപ്രണർക്ക് ഒരു വിഷനുണ്ട്, റൈറ്റ്? ആ വിഷനിലോട്ട്, അതായത് നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ്, നിങ്ങൾക്ക് അതിനൊരു നല്ലൊരു ക്വാളിറ്റി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതിന് യുണീക്കായിട്ടുള്ള ഒരു യുണീക്നെസ് ഉണ്ട്. ഈ യുണീക്നെസ് നിങ്ങൾ എവിടെയെല്ലാം കസ്റ്റമർ സെർവ് ചെയ്യുന്നുണ്ടോ, നിങ്ങളൊരു 10 രാജ്യങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ യുണീക്നെസ് ചോരാതെ എല്ലാ കസ്റ്റമേഴ്സിനും ഒരേ രൂപത്തിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് സർവീസ് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്, സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തു, രണ്ടാമത്തെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടൊരു എന്താ നോർമലി ബിസിനസ് ഓണർ ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ഫോക്കസ് കംപ്ലീറ്റ് രണ്ടാമത്തെ ബ്രാഞ്ചിലോട്ട് പോകുന്നുണ്ടാവും, റൈറ്റ്? അതിന് പകരമായിട്ട് ഈ ഫസ്റ്റ് ബ്രാഞ്ചിൽ എന്ത് ചെയ്യും, കൃത്യമായിട്ട് അവിടുത്തെ പ്രോസസ്സ് എല്ലാം തന്നെ സ്ട്രീം ലൈൻ ചെയ്യും. അവിടുത്തെ ഓപ്പറേഷൻസ് എങ്ങനെ നടക്കണം, റൈറ്റ്? അവിടുത്തെ ഒരു മാർക്കറ്റിംഗ് എങ്ങനെ നടക്കണം, സെയിൽസ് എങ്ങനെ നടക്കണം, ഇതിൻ്റെ എല്ലാം തന്നെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് അതിൻ്റെ ഒരു റെപ്ലിക്കേഷനാണ് പിന്നെ ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക, മറ്റൊരു ബ്രാഞ്ചിൽ പേസ്റ്റ് ചെയ്യുക, കൺട്രോൾ-C കൺട്രോൾ-V. ഇതാണ് ആക്ച്വലി സ്കെയിലപ്പ് എന്ന് പറയുന്നത്. അപ്പം അതാണ് ഡിഫറൻസ്. ആ ഒരു അപ്രോച്ചിലൂടെയാണ് ബിസിനസ് ഓണറുടെ ഡിപ്പെൻഡൻസി കുറച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുക, വലിയ ലെവലിലോട്ട് പോകാൻ പറ്റുക. ദാറ്റ്സ് ദ ഡിഫറൻസ്.